ഇന്നും യേശുവിനോടുകൂടെ യാത്ര തുടരാമെന്ന യേശു ശുശ്രൂഷയിലേക്ക് താങ്കളെ സ്വാഗതം ചെയ്യുകയും കർത്താവായ യേശു ക്രിസ്തുവിൻ്റെ നിസ്തുല്യ നാമത്തിൽ വന്ദനം പറയുകയും ചെയ്യുന്നു. പല നിലയിലുള്ള ആളുകൾ ചേർന്നതാണ് ഈ സമൂഹമെന്ന് പ്രത്യേകിച്ചൊരു പാഠമല്ല ഞാൻ പറയുന്നത്, എല്ലാവർക്കും അറിയുന്ന ഒരു കാര്യമാണ്. എന്നാൽ ഇങ്ങനെയുള്ള ഈ സമൂഹത്തിൽ പലരുടെയും വാക്കുകൾ ചിലരെയെങ്കിലും തളർത്താറുണ്ട്. ചിലരുടെ വാക്കുകൾ മറ്റു പലരെയും ഉറപ്പിക്കാറുണ്ട്. നമ്മൾ പലപ്പോഴും പറയുന്ന വാക്കുകളുടെ അനന്തരഫലം നമുക്കറിയില്ല, എന്നാൽ അത് കേൾക്കുന്ന പലരുമാണ് അത് അനുഭവിക്കുന്നതെന്ന് നമ്മൾ മറന്നു പോകരുത്. നമ്മൾ ഏതെങ്കിലും ഒരു വാക്കുകൊണ്ട് ദൈവവചനത്താൽ ചിലരെ ഉറപ്പിക്കുമെങ്കിൽ അത് തീർച്ചയായിട്ടും അവരെ ചിലപ്പോൾ നിത്യത വരെ എത്തിക്കുമെന്നുള്ളത് സംശയമില്ലാത്ത കാര്യമാണ്. ഇന്നും നമുക്ക് യേശുവിനോടുകൂടെ യാത്ര തുടരാം. ചില നിമിഷങ്ങളിലെ തുടർധ്യാനത്തിനായി 27-ാം സങ്കീർത്തനം 1-ാം വാക്യം വായിക്കട്ടെ. യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു, ഞാൻ ആരെ ഭയപ്പെടും? യഹോവ എൻ്റെ ജീവന്റെ ബലം, ഞാൻ ആരെ പേടിക്കും? എനിക്ക് ആരെയും ഭയമില്ലെന്നും എനിക്ക് ആരെയും പേടിയില്ല എന്നുമുള്ള ധ്വനിയല്ല ഈ വാക്യത്തിൽ നിന്നും നമ്മൾ മനസ്സിലാക്കേണ്ടത്. മറിച്ച് ദൈവം എന്നോട് കൂടെ ഉള്ളതുകൊണ്ട് എനിക്ക് ഭയപ്പാടിൻ്റെ യാതൊരു കാര്യവുമില്ല. താഴോട്ടുള്ള വാക്യങ്ങളിൽ ശത്രു ഏതെല്ലാം നിലകളിലാണ് ഈ സങ്കീർത്തനക്കാരനെ അല്ലെങ്കിൽ ദാവീദിനെ അലട്ടിക്കൊണ്ടിരുന്നതെന്ന് വളരെ വ്യക്തമായി രേഖപ്പെടുത്തിയിട്ടുണ്ട്. എന്നാൽ അതിൻ്റെ ഒക്കെ മധ്യത്തിൽ ശത്രുവിൻ്റെ ശക്തിയും ബലവും കണ്ട് ഭയപ്പെടുകയല്ല, മറിച്ച് തനിക്ക് ദൈവത്താൽ ലഭിച്ച ഉറപ്പ് പ്രഖ്യാപിക്കുകയാണ് താൻ ചെയ്യുന്നത്. 4-ാം വാക്യത്തിൽ ഏറ്റവും പ്രധാനമായ ഒരു കാര്യം ദാവീദ് അറിയിക്കുന്നത് ഇങ്ങനെയാണ്: ഞാൻ യഹോവയോട് ഒരു കാര്യം അപേക്ഷിച്ചു, അതുതന്നെ ഞാൻ ആഗ്രഹിക്കുന്നു, യഹോവയുടെ മനോഹരത്വം കാണുവാനും അവൻ്റെ മന്ദിരത്തിൽ ധ്യാനിപ്പാനും എൻ്റെ ആയുഷ്കാലമൊക്കെയും ഞാൻ യഹോവയുടെ ആലയത്തിൽ പാർക്കേണ്ടതിന് തന്നെ. തുടർന്നുള്ള വാക്യങ്ങളും ആരെയും ഉറപ്പിക്കുന്നത് തന്നെയാണെന്നുള്ളതിന് ഒരു സംശയവും വേണ്ട. ഹിറ്റ്ലറുടെ നാസി ഭരണം കൊടികുത്തി വാഴുന്ന ഒരു കാലഘട്ടമുണ്ടായിരുന്നു. യഹൂദ ജനതയെ ഭീകരമായ പീഡനത്തിലും അതുവഴി മരണത്തിലേക്കും തള്ളിവിടുന്ന കോൺസെൻട്രേഷൻ ക്യാമ്പുകൾ ഉൾപ്പെടെയുള്ള തൻ്റെ ഭീകരത ഇന്നും പലർക്കും ഭയമാണ്. എന്നാൽ ആ കാലഘട്ടങ്ങളിലൊന്നിൽ ഒരാൾ തനിക്ക് ലഭിച്ച വിശ്വാസവും ദൈവവചനത്താലുള്ള ഉറപ്പും പ്രഖ്യാപിക്കുന്ന ഒരു കാര്യം ഞാൻ വായിപ്പാനിടയായി. എറ്റി എന്ന യഹൂദ വനിതയുടെ അനുഭവ സാക്ഷ്യമാണ് ഇങ്ങനെ കുറിച്ചിരിക്കുന്നത്. 1942 അവർ ആംസ്റ്റർഡാമിൽ പാർക്കുകയായിരുന്ന കാലഘട്ടം. ഏത് നിമിഷത്തിലും ഹിറ്റ്ലറുടെ കരാളഹസ്തങ്ങൾ പിടികൂടുകയും ഇങ്ങനെയുള്ള കോൺസെൻട്രേഷൻ ക്യാമ്പുകളിൽ എത്തിപ്പെടുകയും ഒരുപക്ഷെ മരണത്തിന് തന്നെ ഏൽപ്പിക്കപ്പെടുകയും ചെയ്യുമെന്ന എല്ലാ സാഹചര്യങ്ങളും നിലനിൽക്കെ യഹൂദന്മാർ സാധാരണ ഉപയോഗിക്കാത്ത പഴയ നിയമവും പുതിയ നിയമവും ഉൾപ്പെടെയുള്ള ബൈബിൾ അവരുടെ കൈവശമുണ്ടായിരുന്നു. അതിലൂടെ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിൻ്റെ വാക്കുകളെയും അവൾക്ക് കൂടുതൽ സത്യത്തോടെ വിശ്വസിപ്പാൻ കഴിഞ്ഞു. യേശുക്രിസ്തുവിലൂടെ വെളിപ്പെട്ട സ്നേഹവാനായ ദൈവത്തിൻ്റെ കരങ്ങളിൽ അവർ അവരെ സ്വയം സമർപ്പിച്ചു. അവരുടെ ഡയറി കുറിപ്പുകളിലൊന്ന് ഇങ്ങനെയാണ്: എല്ലാ ഭാഗത്തു നിന്നും വിധ്വംസക ശക്തികൾ പാഞ്ഞെടുക്കുകയാണ്. ഞങ്ങളിൽ ആർക്കും രക്ഷപ്പെടുവാൻ കഴിയാതെ വണ്ണം ഒരു വിഷമവൃത്തത്തിൽ ഞങ്ങൾ ആയിത്തീരുന്നു. ആർക്കും ഞങ്ങളെ സഹായിക്കാൻ കഴിയാത്ത ദയനീയ സാഹചര്യത്തിലാണ് ഞങ്ങൾ. എങ്കിലും ഒന്ന് ഞാൻ വിശ്വസിക്കുന്നു, ഞാൻ ദൈവത്തിൻ്റെ ബലമാർന്ന കരങ്ങളിൽ സുരക്ഷിതയാണ്. രക്ഷിപ്പാൻ കഴിയാതെ വണ്ണം യഹോവയുടെ കൈ കുറുതായിരിക്കുന്നുവോ എന്ന് ദൈവം എന്നോട് ചോദിക്കുന്നു. ആരാധനായ ദൈവം, നിന്റെ സങ്കേതം കീഴേ ശാശ്വത ഭുജങ്ങൾ ഉണ്ട് എന്ന ദൈവശബ്ദം ഞാൻ കേട്ടുകൊണ്ടിരിക്കുന്നു. എനിക്ക് പ്രിയപ്പെട്ട എൻ്റെ ഭവനത്തിലെ മേശയ്ക്ക് മുമ്പിൽ ഞാൻ ഇരിക്കുവാൻ കഴിഞ്ഞാലും അല്ല, കോൺസെൻട്രേഷൻ ക്യാമ്പിൽ തടങ്കൽ പാളയത്തിൽ കഴിയേണ്ടി വന്നാലും ഞാൻ ദൈവകരങ്ങളിൽ സുരക്ഷിതയായിരിക്കുമെന്ന് എനിക്ക് ഉറപ്പുണ്ട്. അവർ ഇങ്ങനെ തുടരുന്നു: ഒരിക്കൽ ഞാൻ ദൈവത്തിൻ്റെ കരം പിടിച്ചുകൊണ്ട് നടക്കുവാൻ ആരംഭിച്ചതോടെ ആ നടപ്പ് തുടർന്നുകൊണ്ടിരുന്നാൽ മാത്രം മതി. ജീവിതം മുഴുവൻ ദൈവത്തോട് ഒരുമിച്ചുള്ള ദീർഘമായ നടപ്പ് മാത്രമായി ഞാൻ കാണുന്നു. നമുക്കറിയാമല്ലോ, പഴയ നിയമ കഥാപാത്രങ്ങളിൽ അധികമൊന്നും വിവരങ്ങൾ ലഭിക്കാത്ത ഒരാളാണ് ഹാനോക്ക്. ഹാനോക്കിനെ കുറിച്ച് ചുരുങ്ങിയ വാക്കുകൾ മാത്രമേ നമുക്കറിയൂ. എങ്കിലും ഇന്നും ആ വാക്കുകൾ അല്ലെങ്കിൽ ഹാനോക്കിനെ കുറിച്ച് എഴുതിയിരിക്കുന്ന വാക്കുകൾ ഏതൊരാൾക്കാണ് ധൈര്യം പകരാത്തത്? ഇങ്ങനെയാണല്ലോ അത്: ഹാനോക്ക് ദൈവത്തോട് കൂടെ നടന്നു, ദൈവം അവനെ എടുത്തുകൊണ്ടതിനാൽ കാണാതായി. ഒരു ക്രിസ്തുഭക്തനെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ ഏതെല്ലാം സാഹചര്യത്തിലൂടെ കടന്നു പോകേണ്ടി വന്നാലും ആകെ അവർക്ക് ആശ്രയമായിരിക്കുന്നത് ദൈവത്തിൻ്റെ ജീവനുള്ള വചനങ്ങളാണ്. ഞാൻ ഭയപ്പെടുന്ന നാളിൽ യഹോവയിൽ ആശ്രയിക്കുമെന്ന് എത്ര ധൈര്യത്തോടെയാണ് സങ്കീർത്തനത്തിൽ നമ്മൾ വായിച്ചിട്ടുള്ളത്.
നമുക്കും ധൈര്യമായിട്ട് പറയാൻ കഴിയട്ടെ, ഞാൻ ഒരിക്കലും ഏകനല്ല, ഏകയല്ല, ദൈവം എൻ്റെ കൂടെയുണ്ട്. ഇതിൻ്റെ വാക്കുകൾ ഒരിക്കൽ കൂടി ഞാൻ ഓർമ്മിപ്പിക്കട്ടെ. ഞാൻ ആരെ ഭയപ്പെടും? ഞാൻ ആരെ പേടിക്കും? കാരണം യഹോവ എൻ്റെ വെളിച്ചവും എൻ്റെ രക്ഷയുമാകുന്നു. ഞാൻ നിങ്ങൾക്കൊണ്ട് പ്രാർത്ഥിക്കുന്നു. സ്വർഗീയ പിതാവേ, എൻ്റെ എല്ലാ പ്രിയപ്പെട്ടവരെയും അങ്ങയുടെ കരങ്ങളിലേക്ക് ഏൽപ്പിച്ച് അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. ജീവിതത്തിലെ ഏതു സാഹചര്യത്തിലും അങ്ങയെ ആശ്രയിച്ച് അങ്ങയോട് ചേർന്ന് നടപ്പാൻ ഞങ്ങളെ സഹായിക്കണമേ. യേശു ക്രിസ്തുവിൻ്റെ അൻപുള്ള നാമത്തിൽ തന്നെ, ആമേൻ.